കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റേഡിയോ പ്രിയോർ. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. പാരതന്ത്ര മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. മഹാകവി കുമാരനാശാൻ എഴുതിയ ഒരു ഉദ്ബോധനം എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഇവ. ഒരു മനുഷ്യന് സ്വാതന്ത്ര്യമെന്നത് എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഈ വരികൾ ഓർത്തുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരെയും റേഡിയോ പ്രിയോറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭാരതത്തിൻ്റെ 80ാം സ്വാതന്ത്ര്യത്തോടടുക്കുന്ന ഈ വേളയിൽ സ്വന്തം ജന്മദേശത്ത് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഒരു ജനതയ്ക്ക്, അവകാശങ്ങളില്ലാതാക്കപ്പെട്ട ഒരു സമൂഹത്തിന്, സ്വാതന്ത്ര്യത്തിൻ്റെ ത്രിവർണ്ണ പതാക പാറിക്കാൻ രക്തം ചീന്തിയ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും ഇന്ത്യയെ ഇപ്പോഴും കാത്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സൈനികർക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് ദിസ് ഈസ് 10B വിത്ത് ഗീത ടീച്ചർ ആൻഡ് ഇറ്റ്സ് മീ ജെനിഫർ വിൻസൻ സൈനിങ് ഇൻ. കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. As we approach Independence Day, we are deeply honored to welcome Major Rafael Agil Joseph, an esteemed officer commissioned in the Corps of Electronics and Mechanical Engineers (EME), the vital technical backbone that keeps our armed force battle ready. Currently serving the nation in the challenging terrains of Ladakh, he exemplifies dedication, technical mastery, and selfless duty. We respectfully invite him to share his Independence Day message and inspiring thoughts with us. റേഡിയോ പ്രിയോറിൻ്റെ എല്ലാ ലിസണേഴ്സിനും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് മേജർ റാഫേൽ അഖിൽ ജോസഫ്. ഞാൻ ഈസ്റ്റേൺ ലഡാക്കിൽ ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നു. ഒരു ആർമി ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നിങ്ങളോട് കുറച്ച് വാക്കുകൾ പങ്കുവെക്കുവാൻ കഴിഞ്ഞതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യം ഒരുപാട് പേരുടെ ത്യാഗത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഫലമാണ്. ആ ത്യാഗങ്ങൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുകയും നല്ല മനുഷ്യരായി വളരുകയും ഓരോരുത്തരും സ്വന്തം കടമകൾ സിൻസിയറായി ചെയ്യുകയും ചെയ്യുന്നതാണ് അവരോട് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവ്. എൻ്റെ കൊച്ചു കൂട്ടുകാരോട് ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്: നന്നായി പഠിക്കുക, നല്ല സ്വപ്നങ്ങൾ കാണുക, മാതാപിതാക്കളെയും അധ്യാപകരെയും ബഹുമാനിക്കുക, നമ്മുടെ രാജ്യത്തെ എന്നും അഭിമാനത്തോട് സ്നേഹിക്കുക. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരെ അനുസ്മരിച്ചുകൊണ്ട് പ്രിയ ഗായിക ലതാ മങ്കേഷ്കർ ആലപിച്ച ദേശഭക്തി ഗാനമാണ് ഏ മേരെ വതൻ കെ ലോഗോ. പ്രദീപ് രചിച്ച് സി രാമചന്ദ്ര സംഗീതം നൽകിയ ഈ അനശ്വര ഗീതം നമുക്ക് ദാവൂദിന്റെ സ്വരത്തിൽ കേൾക്കാം. ए मेरे वतन के लोगो, तुम खूब लगा लो नारा, ये शुभ दिन ही हम सबका, लहरा लो तिरंगा प्यारा, पर मत भूलो सीमा पर वीरों ने ये प्राण गवाए, कुछ याद उन्हें भी कर लो, कुछ याद उन्हें भी कर लो, जो
के घर न आई, जो लौट के घर न आई। ये मेरे वतन के लोगों, सरा आंग में भर लो पानी। जो शहीद हुए हैं उनकी सरा याद करो कुर्बानी। ये मेरे वतन के लोगों, सरा आंग में भर लो पानी। जो शहीद हुए हैं उनकी सरा याद करो कुर्बानी। घायल हुआ हिमालय, गतरे में पड़ी आसादी। जब तक दी सांस लड़े वो, फिर अपनी लाश बिछा दे। संगी पे धर कर माधा, सो गए अमर बलिदानी। जो शहीद हुए हैं उनकी सरा याद करो कुर्बानी। जब देश में दे दीवाली, वो खेल रहे दे होली। जब हम बैठे के घरों में, वो खेल रहे दे गोली। दे धन्य जवान वो अपने, दे धन्य वो उनकी जवानी। जो शहीद हुए हैं उनकी सरा याद करो कुर्बानी। कोई सिख कोई जाट मराठा, कोई सिख कोई जाट मराठा। कोई घूरका कोई मदरासी, कोई घूरका कोई मदरासी। सरहद पे मरने वाला, सरहद पे मरने वाला, हर वीर त भारतवासी। जो घुन गिरा पर्वत पर, वो गुंद हिंदुस्तानी। जो शहीद हुए हैं उनकी सरा याद करो कुर्बानी। ये मेरे वतन के लोगों, सरा आंग में भर लो पानी। जो शहीद हुए हैं उनकी सरा याद करो कुर्बानी। सरा याद करो कुर्बानी। You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. സ്വാതന്ത്ര്യസമരം ഇന്ത്യൻ ജനത ഒരുമിച്ച് കൈകോർത്തു നിന്ന നിമിഷം. അതിൽ കുട്ടികളും പങ്കാളികളായിരുന്നു. അതെ, 1930 ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ട കുട്ടികളുടെ സംഘടനയാണ് വാനരസേന. സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് സന്ദേശങ്ങൾ കൈമാറുക എന്നതായിരുന്നു അവരുടെ കർത്തവ്യം. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി വാനരസേനയിലെ അംഗമായിരുന്നു ബാജി റൌത്ത്. ബ്രാഹ്മണി നദിയിൽ തോണി തുഴഞ്ഞ് ജീവിച്ചിരുന്ന 12 വയസ്സുകാരൻ ബാജിയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി. ബാജിയെക്കുറിച്ച് നമ്മോട് കൂടുതൽ സംസാരിക്കുന്നു 10Bയിലെ കൂട്ടുകാരി ഐജീന ബൈജു. സ്വാതന്ത്ര്യ സമരത്തിനിടയിൽ നടന്ന കുട്ടികൾക്ക് പ്രചോദനമാകുന്ന ഒരു യഥാർത്ഥ സംഭവ കഥയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ധീരനായ കുഞ്ഞിപ്പോരാളി ബാജി റൌത്ത് 1938 ഒഡീഷയിലെ ധൻകലാൽ എന്ന പ്രദേശത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ വൻ പ്രതിഷേധം നടക്കുകയായിരുന്നു. അവിടെ നദിയിൽ തോണി തുഴയുന്ന 12 വയസ്സുകാരനായ ബാജി റൌത്ത് എന്നൊരു ആൺകുട്ടിയുണ്ടായിരുന്നു. ഒരു രാത്രിയിൽ സ്വാതന്ത്ര്യസമര സേനാനികളെ തിരഞ്ഞു പിടിക്കാൻ ബ്രിട്ടീഷ് പോലീസുകാർ നദീതീരത്തെത്തി. നദി കടക്കാൻ അവർ ബാജിയോട് തോണി തുഴയാൻ ആവശ്യപ്പെട്ടു. എന്നാൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഉറ്റുകൊടുക്കാനോ ബ്രിട്ടീഷുകാരെ സഹായിക്കാനോ ആ കൊച്ചുമിടുക്കൻ തയ്യാറായില്ല. ഞാൻ നിങ്ങളെ നദി കടത്തില്ല എന്നവൻ ധൈര്യത്തോടെ പറഞ്ഞു. പോലീസുകാർ ഭീഷണിപ്പെടുത്തിയിട്ടും അവൻ വഴങ്ങിയില്ല. കലിപൂണ്ട ബ്രിട്ടീഷ് പട്ടാളം ആ 12 വയസ്സുകാരന് നേരെ വെടിയുതിർത്തു. സ്വന്തം നാടിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി
ജീവൻ വെടിഞ്ഞ ബാജി റൌത്താണ് ഭാരതത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി. കൂട്ടുകാരെ, ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? പ്രായമല്ല, മനസ്സിലെ ധൈര്യവും രാജ്യസ്നേഹവുമാണ് ഒരാളെ വീരനാക്കുന്നത്. നന്ദി, നമസ്കാരം. പാട്രിയോട്ടിസം. ഏതൊരു വ്യക്തിക്കും സ്വന്തം മാതൃരാജ്യം ജീവനേക്കാൾ വലുതായിരിക്കും. ആ രാജ്യസ്നേഹത്തെ ഒരു വർണ്ണത്തിനും മതത്തിനും ജാതിക്കും തകർക്കാൻ കഴിയില്ല. ബ്രിട്ടീഷുകാർക്ക് മുൻപിലും ജാതി മത വിവേചനങ്ങളില്ലാതെ ധൈര്യപൂർവ്വം അവരുടെ നേരെ ഒരു ചെറുവിരൽ പോലും അനക്കാതെ കൈകോർത്ത് നിന്ന ഇന്ത്യൻ പൗരന്മാരെ ഓർത്തുകൊണ്ട് നമുക്ക് നിവേദിതയുടെ മധുരഗീതം ശ്രവിക്കാം. ഇതെന്റെ രാജ്യം, ഇതെന്റെ മാതൃരാജ്യം, ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം. മതേതര ചിന്തയാൽ ഉണർന്നിടുന്ന ഭാരതം, പെരുമയേകും പൈതൃകത്തിൻ നാടിതല്ലോ ഭാരതം. ഇദേശ് ഹമാരാ, ജാൻ സെ പ്യാരാ, പ്യാർ ഹമാരാ. ആസാദി ആസാദി ആസാദി. നൂറു നൂറു ചിന്തകൾ, നൂറു നൂറു ഭാഷകൾ, മതത്തിനപ്പുറം വളർന്ന സ്നേഹചിത്രസാഗരം. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പാഴ്സ്യപുത്ര ജൈനനും തോളു ചേർന്ന ഭിരമിച്ച നാടിതല്ലോ ഭാരതം. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പാഴ്സ്യപുത്ര ജൈനനും തോളു ചേർന്ന ഭിരമിച്ച നാടിതല്ലോ ഭാരതം. ഇദേശ് ഹമാരാ, ജാൻ സെ പ്യാരാ, പ്യാർ ഹമാരാ. ആസാദി ആസാദി ആസാദി. പിച്ച വെച്ചു ഞാൻ നടന്ന മണ്ണിനെ മറക്കുവാൻ മനം മടുത്തു. കണ്ണടച്ചു നോക്കു, കുത്തിയാകുവാൻ കഴിയുകില്ല ഞങ്ങളിൽ മതേതര രക്തമാം. പിടഞ്ഞു വീണു ചാകിലും മനസ്സതൊന്നു മാത്രമാം. കഴിയുകില്ല ഞങ്ങളിൽ മതേതര രക്തമാം. പിടഞ്ഞു വീണു ചാകിലും മനസ്സതൊന്നു മാത്രമാം. ഇദേശ് ഹമാരാ, ജാൻ സെ പ്യാരാ, പ്യാർ ഹമാരാ. ആസാദി ആസാദി ആസാദി. വിഷം വിതച്ചു കൽശമാക്കും ദുഷ്ടരെ തുരത്തണം. കൂട്ടുചേർന്നു പാരിലാകെ പൂമണം പരത്തണം. കരം പിടിച്ചു ചേർന്നു നിന്നു നാടിനെ നയിക്കണം. മൂകത വെടിഞ്ഞു നമ്മളൊന്നു ചേർന്നു പാടണം. കരം പിടിച്ചു ചേർന്നു നിന്ന് നാടിനെ നയിക്കണം. മൂകത വെടിഞ്ഞു നമ്മളൊന്നു ചേർന്നു പാടണം. ഇദേശ് ഹമാരാ, ജാൻ സെ പ്യാരാ, പ്യാർ ഹമാരാ. ആസാദി ആസാദി ആസാദി. ഇതെന്റെ രാജ്യം, ഇതെന്റെ മാതൃരാജ്യം, ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം. മതേതര ചിന്തയാൽ ഉണർന്നിടുന്ന ഭാരതം, പെരുമയേകും പൈതൃകത്തിൻ നാടിതല്ലോ ഭാരതം. ഇദേശ് ഹമാരാ, ജാൻ സെ പ്യാരാ, പ്യാർ ഹമാരാ. ആസാദി ആസാദി ആസാദി. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. സ്വാതന്ത്ര്യം എന്നത് ഏതൊരു മനുഷ്യൻ്റെയും അടിസ്ഥാന അവകാശമാണ്. എന്നാൽ ആ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് ഇരുട്ടിലേക്ക് തള്ളപ്പെടേണ്ടി വരുമ്പോഴുള്ള ആന്തരിക സംഘർഷങ്ങളും യഥാർത്ഥ സ്വാതന്ത്ര്യത്തിനായുള്ള അടങ്ങാത്ത ദാഹവുമാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഇരുട്ടിൻ്റെ അറ എന്ന കഥയിലൂടെ നാം ഓർക്കുന്നത്. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ സ്വാതന്ത്ര്യത്തിൻ്റെ യഥാർത്ഥ വിലയും അത് നഷ്ടപ്പെടുമ്പോഴുള്ള അസഹനീയമായ വേദനയും നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ബഷീറിൻ്റെ ഈ കൃതിയെ ആസ്പദമാക്കിയുള്ള വായനാ വിചാരം അവതരിപ്പിക്കുന്നു 10Bയിൽ നിന്നും അക്ഷയ മരിയ. പ്രിയമുള്ളവരെ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മയുടെ അറകൾ എന്ന കൃതി കേവലം ഒരു ആത്മകഥയല്ല. ഭാരതീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചോരയും കണ്ണീരും നിറഞ്ഞ അധ്യായങ്ങളുടെ ജീവനുള്ള സാക്ഷ്യമാണ്.
ഉപ്പു സത്യാഗ്രഹ കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തുചാടുകയും തുടർന്ന് അതിക്രൂരമായ പോലീസ് മർദ്ദനത്തിനും ജയിൽവാസത്തിനും ഇരയാവുകയും ചെയ്ത ബഷീറിൻ്റെ അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിൻ്റെ കാതൽ. വിപ്ലവ പ്രവർത്തനങ്ങളുടെ പേരിൽ ജയിലിലടയ്ക്കപ്പെട്ട പോരാളികളുടെ അവസ്ഥയും ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ക്രൂരതകളും അദ്ദേഹം ഇതിൽ തുറന്നുകാട്ടുന്നു. ഈ കൃതിയെ വേറിട്ട് നിൽക്കുന്നത് ബഷീറിൻ്റെ സവിശേഷമായ എഴുത്തുരീതിയാണ്. ജയിലിലെ ഭീകരമായ അന്തരീക്ഷത്തെയും മർദ്ദനങ്ങളെയും വിവരിക്കുമ്പോൾ പോലും തികഞ്ഞ ഹാസ്യവും ലളിതമായ ഭാഷയും സമർത്ഥമായി സമന്വയിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തടവറയുടെ ഇരുട്ടിലും മനുഷ്യത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വെളിച്ചം വായനക്കാരിലേക്ക് എത്തിക്കാൻ ബഷീറിന് സാധിക്കുന്നു. ചുരുക്കത്തിൽ, സ്വാതന്ത്ര്യത്തിനു വേണ്ടി നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ച ത്യാഗങ്ങൾ ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം ഏതു പ്രതിസന്ധിയിലും പ്രത്യാശ കൈവിടാതിരിക്കാൻ പഠിപ്പിക്കുന്ന ഒന്നാം തരം പോരാട്ട രേഖയാണ് ഈ പുസ്തകം. നന്ദി. യുദ്ധം അത് തുടക്കം മുതൽ ഒടുക്കം വരെ നാശം വിതയ്ക്കുന്ന ഒന്നാണ്. മനുഷ്യരുടെ വിദ്വേഷത്തിൽ മനുഷ്യർ തന്നെ കത്തിയൊടുങ്ങുന്ന അവസ്ഥ. ഈ അടുത്ത് കാശ്മീരിലുണ്ടായ ഒരു ഭീകരാക്രമണം നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാകുമല്ലോ. പുൽവാമ ഭീകരാക്രമണത്തെ ആസ്പദമാക്കി ശ്രീ സഞ്ജയ് അമ്പലപ്പറമ്പത്ത് എഴുതിയ ഒരു കവിതയാണ് അച്ഛൻ വരുന്നുണ്ട്. ഒരു കുഞ്ഞ് തൻ്റെ സൈനികനായ പിതാവ് വരുന്നതും കാത്തിരിക്കുന്നതാണ് ഈ കവിതയുടെ സന്ദർഭം. ഈ കവിത മനോഹരമായി ആലപിക്കാൻ എത്തുന്നു 10Bയിലെ കൂട്ടുകാരൻ ദാവീദ്. അച്ഛൻ വരുന്നുണ്ടിന്നു വരുന്നുണ്ടുച്ചയോടെത്തുമെന്നമ്മ ചൊല്ലി, എപ്പോഴുമേറെ ചിരിച്ചമ്മ ചൊല്ലുന്ന കാര്യമിന്നെന്തി കരഞ്ഞു ചൊല്ലി. അച്ഛൻ വരുന്നുണ്ടിന്നോ വരുന്നുണ്ടുച്ചയോടെത്തുമെന്നമ്മ ചൊല്ലി, എപ്പോഴുമേറെ ചിരിച്ചമ്മ ചൊല്ലുന്ന കാര്യമിന്നെന്തി കരഞ്ഞു ചൊല്ലി. വീട്ടുപറമ്പിലെ മാവിൻ്റെ കൊമ്പുകൾ വെട്ടി മുറിക്കുന്നതെന്തിനമ്മേ, വേനലവധിക്കച്ഛൻ വരുന്നേരം വേറെ വീടൂഞ്ഞാലു കെട്ടിയാടും. അച്ഛൻ്റെ ചിത്രം പത്രത്തിലെന്തിന്ന് അച്ചടിച്ചിങ്ങനെ വന്നതമ്മേ, കണ്ടിരുന്നു അമ്മ തൊട്ടു മുകളിലെ വണ്ടികൾ പൊട്ടിപ്പൊളിഞ്ഞ ചിത്രം. അച്ഛൻ വരുമെന്നറിഞ്ഞിട്ടുമിന്നമ്മ ഉച്ചയൂണെന്തേ ഒരുക്കാത്തത്, വേഗമൊന്നെന്നച്ഛൻ വന്നിരുന്നെങ്കിൽ വാരിയെടുത്തെന്നെ ഊട്ടിയേനെ. കാശ്മീരിനെ പറ്റി അച്ഛൻ പറഞ്ഞു, കൗതുകം കൊണ്ടു ഞാൻ വാ പൊളിച്ചു. മഞ്ഞുമലകൾ നിറഞ്ഞൊരു സ്വർഗം മോഹിച്ചു പോയതു കേട്ട നേരം, എന്തിനാണച്ഛൻ നമ്മെ തനിച്ചാക്കിയെന്നും ആ സ്വർഗത്തിൽ ചെന്നിരിപ്പൂ. ഇനി നമ്മളില്ലാതെ പോകുവാനാണേൽ ഇടികൊടുക്കാതെ വിടരുതമ്മേ. അച്ഛനെ പോലെ വസ്ത്രം ധരിച്ച് ആരൊക്കെയാണ് വരുന്നതിങ്ങ്, ഇന്ത്യൻ പതാക കൊണ്ടു പുതപ്പിച്ച ഇത്രയും പോന്നൊരു പെട്ടിയുമായി. അമ്മയുടെ കുമ്പേലെ കുഞ്ഞുവാവയ്ക്ക് അച്ഛനയച്ച സമ്മാനമാവും. അച്ഛൻ വരുമെന്ന് ചൊല്ലിയിട്ടെന്തേ അച്ഛനെ മാത്രം കാണാത്തത്. അച്ഛൻ വരുന്നുണ്ടിന്നോ വരുന്നുണ്ടുച്ചയോടെത്തുമെന്നമ്മ ചൊല്ലി, എപ്പോഴുമേറെ ചിരിച്ചമ്മ ചൊല്ലുന്ന കാര്യമിന്നെന്തേ കരഞ്ഞു ചൊല്ലി, കാര്യമിന്നെന്തേ കരഞ്ഞു ചൊല്ലി. നന്ദി. You're listening to Radio Prior,
presented by Little Kites, St. Philomena's HSS Kunamav. വർഷം 1945 ഓഗസ്റ്റ് മാസം. ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ജനതകളുടെ കണ്ണീർ ദിനങ്ങൾ. വീടുകളിലും നഗരവീഥികളിലും സന്തോഷത്തോടെ സ്വന്തം പ്രവർത്തികളിൽ മുഴുകിയിരുന്ന ജപ്പാൻ ജനതയുടെ ദുരിതത്തിൻ്റെ ആരംഭം. ലിറ്റിൽ ബോയ് ആൻഡ് ഫാറ്റ് മാൻ എന്ന പേരുകളിലുള്ള 2 ഭയാനകമായ സ്ഫോടന വസ്തുക്കൾ. US ജപ്പാനിന് നൽകിയ നരകം. ആയിരങ്ങളുടെ ജീവനെടുത്തിട്ടും ഇതിൻ്റെ പ്രത്യാഘാതം അവസാനിച്ചില്ല. അവ ജപ്പാൻ ജനതയെ രോഗങ്ങളുടെയും പലതരം അർബുദങ്ങളുടെയും രൂപത്തിൽ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഇതിനെക്കുറിച്ച് നമ്മോട് കൂടുതൽ സംസാരിക്കുന്നു സൂര്യകിരൺ. 1945 ഓഗസ്റ്റ് 9 ജപ്പാനിലെ നാഗസാക്കി നഗരത്തിൽ സംഭവിച്ച ആണവ ദുരന്തത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് നാഗസാക്കി ദിനം. മാനവരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ആയുധപ്രയോഗത്തിനും ദുരന്തത്തിനുമാണ് അന്ന് ലോകം സാക്ഷ്യം വഹിച്ചത്. അമേരിക്കൻ വ്യോമസേനയുടെ പ്രാഥമിക ലക്ഷ്യം കൊക്കുറ എന്ന നഗരമായിരുന്നു. എന്നാൽ അവിടെ മേഘാവൃതമായ അന്തരീക്ഷവും പുകയും കാരണമാണ് ബോംബർ വിമാനം നാഗസാക്കിയിലേക്ക് തിരിഞ്ഞത്. ഓഗസ്റ്റ് 9 രാവിലെ 11:02 ഫാറ്റ്മാൻ എന്ന പ്ലൂട്ടോണിയം അറ്റോമിക് ബോംബ് നാഗസാക്കിയിൽ പതിക്കുന്നത്. ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് ഇട്ട് 3 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ഇത്. നഗരത്തിൻ്റെ മധ്യഭാഗത്തു നിന്നും ഏകദേശം 500 മീറ്റർ ഉയരത്തിലാണ് ബോംബ് പൊട്ടിത്തെറിച്ചത്. ഇതിൻ്റെ ഫലമായി 4000 ഡിഗ്രി സെൽഷ്യസിലധികം ഉയർന്ന താപനിലയും മണിക്കൂറിൽ 100 കണക്കിന് കിലോമീറ്റർ വേഗതയുള്ള കാറ്റുമുണ്ടായി. സ്ഫോടന നിമിഷത്തിൽ തന്നെ 40,000-ത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു. റേഡിയേഷൻ കാരണം ക്യാൻസർ, അംഗവൈകല്യങ്ങൾ, കാഴ്ചശക്തി നഷ്ടപ്പെടൽ എന്നിവ തലമുറകളോളം ആളുകളെ ബാധിച്ചു. അന്തരീക്ഷത്തിൽ ഉയർന്ന കറുത്ത മഴ കുടിവെള്ളത്തെയും കൺസ്ട്രക്റ്റീവ് വസ്തുക്കളെയും റേഡിയോ ആക്റ്റീവ് മലിനമാക്കലിലേക്ക് നയിച്ചു. നാഗസാക്കി ദുരന്തത്തിന് തൊട്ടു പിന്നാലെ 1945 ഓഗസ്റ്റ് 15 ജപ്പാൻ 2ാം ലോക മഹായുദ്ധത്തിൽ കീഴടങ്ങാൻ തീരുമാനിച്ചു. ഇത് 2ാം ലോക മഹായുദ്ധത്തിൻ്റെ പൂർണ്ണമായ അവസാനത്തിന് വഴിവെച്ചു. അതിനുശേഷം ഇതുവരെ ലോകത്ത് ഒരിടത്തും യുദ്ധത്തിനായി ആണവായുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. നിലവിൽ ലോകരാജ്യങ്ങളുടെ പക്കൽ ആയിരക്കണക്കിന് ആണവായുധങ്ങളുള്ളപ്പോൾ ഒരു അറ്റോമിക് ബോംബുണ്ടാക്കുന്ന നാശനഷ്ടം എത്രത്തോളം വലുതാണെന്ന് നാഗസാക്കി ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദേശീയതയുടെയും രാജ്യസ്നേഹത്തിൻ്റെയും ആവേശം തുളുമ്പുന്ന അനശ്വരമായ ഒരു ദേശഭക്തി ഗാനമാണ് ജയ 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 ജന്മഭൂമി. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ രചിച്ച ഈ ഗാനം ഭാരതത്തിൻ്റെ മഹത്തായ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും മനോഹരമായി വാഴ്ത്തുന്നു. മാതൃഭൂമിയോടുള്ള വന്ദനവും ഭാരതീയരുടെ ഐക്യബോധവുമാണ് ഇതിൻ്റെ പ്രധാന പ്രമേയം. ഈ ഗാനം ആലപിക്കുന്നതിനായി എത്തുന്നു 10Bയിൽ നിന്നും അതുല്യ സന്തോഷ്. ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരത ഭൂമി, ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരത ഭൂമി, ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരത ഭൂമി. ആകാശഗംഗയൊരുകി വന്ന ഭൂമി, ആകാശഗംഗയൊരുകി വന്ന ഭൂമി, ശ്രീകൃഷ്ണ ഗീതയമൃത തന്ന ഭൂമി, ശ്രീകൃഷ്ണ ഗീതയമൃത തന്ന ഭൂമി, വേദാന്ത സാര വിഹാര പുണ്യഭൂമി, വേദാന്ത സാര വിഹാര പുണ്യഭൂമി, ബാസുരഭൂമി ഭാരതഭൂമി, ബാസുരഭൂമി ഭാരതഭൂമി. ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരതഭൂമി, ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരതഭൂമി. സ്നേഹത്തിൻ കുരിശുമാല ചാർത്തിയ ഭൂമി, സ്നേഹത്തിൻ കുരിശുമാല ചാർത്തിയ ഭൂമി, ത്യാഗത്തിൻ അഭിദിനങ്ങൾ വാർത്തിയ ഭൂമി, ത്യാഗത്തിൻ അഭിദിനങ്ങൾ വാർത്തിയ ഭൂമി,
പാവനഭൂമി ഭാരതഭൂമി ജയ 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 ജന്മഭൂമി ജയ 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 ഭാരതഭൂമി ജയ 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 ജന്മഭൂമി ജയ 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 ഭാരതഭൂമി സ്വാതന്ത്ര്യ ധർമ്മ സമര കർമ്മഭൂമി സ്വാതന്ത്ര്യ ധർമ്മ സമര കർമ്മഭൂമി സത്യത്തിൻ നിത്യഹരിത ധന്യഭൂമി സത്യത്തിൻ നിത്യഹരിത ധന്യഭൂമി സംഗീത നൃത്യ വിലാസരംഗഭൂമി സംഗീത നൃത്യ വിലാസരംഗഭൂമി ഭാസുരഭൂമി ഭാരതഭൂമി ജയ 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 ജന്മഭൂമി ജയ 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 ഭാരതഭൂമി ജയ 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 ജന്മഭൂമി ജയ 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 ഭാരതഭൂമി ആകാശഗംഗയൊരുകി വന്ന ഭൂമി ആകാശഗംഗയൊരുകി വന്ന ഭൂമി ശ്രീകൃഷ്ണ ഗീതയമൃദു തന്ന ഭൂമി ശ്രീകൃഷ്ണ ഗീതയമൃദു തന്ന ഭൂമി വേദാന്ത സാര വിഹാര പുണ്യഭൂമി വേദാന്ത സാര വിഹാര പുണ്യഭൂമി ഭാസുരഭൂമി ഭാരതഭൂമി ഭാസുരഭൂമി ഭാരതഭൂമി ജയ 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 ജന്മഭൂമി ജയ 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 ഭാരതഭൂമി ജയ 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 ജന്മഭൂമി ജയ 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 ഭാരതഭൂമി. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. യുവത്വം അതൊരിക്കലും മരിക്കുന്നില്ല, അതൊരിക്കലും മരിക്കുകയുമില്ല. ഈ അടുത്ത് ജന്തർ മന്ദറിൽ യുവത്വത്തിൻ്റെ പ്രതീക്ഷയുടെ പോരാട്ടത്തിൻ്റെ ഒരു സ്വരം നാം കേട്ടുവല്ലോ. CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി. അഭിജിത്ത് എന്ന യുവാവിൻ്റെ ഹൃദയത്തിലുണ്ടായ ഒരു തീപ്പൊരി യുവജനം സ്വന്തം ഹൃദയത്തിൽ ഏറ്റെടുത്ത് അതൊരു കാട്ടുതീ പോലെ പടർത്തി. അവസാനമോ വിജയം നമുക്ക് തന്നെ. യുവജനം ലോകം അവസാനിക്കുന്നതുവരെ ഭൂമിക്ക് കാവൽക്കാരെ ഉണ്ടാകുമെന്ന് ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കുമ്പോൾ യുവജനത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി എത്തുന്നു അനുശ്രീ. നമുക്ക് അനുശ്രീയുടെ വാക്കുകൾ ശ്രവിക്കാം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹപൂർവമായ നമസ്കാരം. എല്ലാ വർഷവും ഓഗസ്റ്റ് 12-ന് ലോക യുവജന ദിനം ആചരിക്കപ്പെടുന്നു. ആ ദിനത്തിൻ്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കുറച്ച് വാക്കുകൾ പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി അതിൻ്റെ യുവജനങ്ങളാണ്. നാളെയുടെ സമൂഹത്തെയും രാജ്യത്തെയും രൂപപ്പെടുത്തുന്നത് ഇന്നത്തെ യുവത്വമാണ്. അതിനാൽ യുവജനങ്ങൾ ശരിയായ മൂല്യങ്ങളോടെ വളരുകയും സമൂഹത്തിന് മാതൃകയാവുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ആദ്യം ലഹരിയുടെ കെണികളിൽ നിന്ന് വിട്ടുനിൽക്കണം. അതുപോലെ സോഷ്യൽ മീഡിയയുടെയും ഓൺലൈൻ ഗെയിമുകളുടെയും ഡിജിറ്റൽ അടിമത്തത്തിൽ നിന്ന് മാറി അവയെ ഉത്തരവാദിത്തത്തോടെയും സമയപരിധിയോടെയും ഉപയോഗിക്കണം. ധാർമ്മിക ചിന്തയും നല്ല സ്വഭാവവും വളർത്തുകയും വ്യക്തമായ ലക്ഷ്യബോധത്തോടെ ജീവിക്കുകയും വേണം. കൂടാതെ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുകയും മാതാപിതാക്കളെയും മുതിർന്നവരെയും ബഹുമാനിക്കുകയും അവരുടെ കഠിനാധ്വാനവും പ്രതീക്ഷകളും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ഓരോ യുവാവിൻ്റെയും കടമയാണ്. നമ്മുടെ ചെറിയ നല്ല പ്രവർത്തനങ്ങൾ പോലും സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കും. ഇന്നത്തെ യുവത്വം നാളെയുടെ പ്രതീക്ഷയാണ്. അതിനാൽ ഓരോ യുവാവും ഉത്തരവാദിത്തമുള്ള പൗരനായി വളർന്ന് കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും അഭിമാനമാകാൻ ശ്രമിക്കാം. നന്ദി, നമസ്കാരം. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. റേഡിയോ പ്രിയോറിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണെങ്കിലും നമ്മുടെ ഹൃദയം എപ്പോഴും മാതൃരാജ്യത്തിന് വേണ്ടി തുടിച്ചുകൊണ്ടിരിക്കും.
ഇന്ത്യയുടെ 80-ാം സ്വാതന്ത്ര്യദിനം വരവേൽക്കാൻ ഒരുങ്ങുന്ന നമ്മുടെ മനസ്സിൽ നമുക്ക് വേണ്ടി പോരാടിയ ഇന്ത്യൻ വംശജരെ നമുക്ക് സ്മരിക്കാം. വരാനിരിക്കുന്ന സ്വാതന്ത്ര്യദിനം വെറും ഒരു അവധി ദിനം മാത്രമായി മാറരുത്, മറിച്ച് നമ്മുടെ ചരിത്രത്തെ ഓർക്കാനും രാജ്യത്തിൻ്റെ നന്മയ്ക്കായി ഒത്തൊരുമയോടെ മുന്നേറാനും ഈ ദിനം നമുക്ക് പ്രചോദനമാകട്ടെ. വാനിലുയർന്ന മൂവർണ്ണ കൊടിയോടൊപ്പം നമ്മുടെ ഉള്ളിലെ രാജ്യസ്നേഹവും പ്രകാശിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദിസ് ഈസ് 10B വിത്ത് ഗീത ടീച്ചർ ആൻഡ് ഇറ്റ്സ് മീ ജെനീഫർ വിൻസെന്റ് സൈനിങ് ഓഫ്. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ